പറഞ്ഞു സാർ പോകുന്ന വഴിയാണ് എൻ്റെ വീട്, ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കയറിപ്പം ഒന്നും പറഞ്ഞു. സാർ പറഞ്ഞു അവിടെ കയറിയിട്ട് വന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഈ വീട്ടിൽ വന്ന് 3 മണി മുതൽ 7 മണി വരെ എൻ്റെ വീട്ടിനകത്തുണ്ടായിരുന്നു. ആളുകളൊക്കെ കാണാൻ വന്നു. നസീർ സാറല്ലേ? ഞങ്ങളുടെ വീടും വെയിലൊക്കെ തള്ളി പൊളിച്ചു കളഞ്ഞില്ല. പിന്നെ എന്തോ ജനമായിരുന്നു, ഭയങ്കര ജനമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ പിന്നെ ഒന്നും കൂടെ ഒന്ന് പ്രസിദ്ധമായത്. ചൂനാട് എങ്ങനെയാന്ന് പ്രസിദ്ധമായി. നസീർ സാർ ഇവിടെ വന്നുള്ളത്. അല്ല, ചേട്ടൻ നസീർ സാറിന്റെ കൂടെ ആണെന്ന് അന്നേരം കൂട്ടുകാർക്കും അങ്ങനെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ നമ്മുടെ ഈ ചൂനാട്ട് നാട്ടിൽ നസീർ സാറിനെ ആദ്യമായിട്ട് കാണും. കൂടെ അല്ലേ ഇവിടെ ആരോ പറഞ്ഞ നസീർ വരുന്നുണ്ടെന്ന് ആരോ വന്നപ്പോ എൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു. അനിയൻ പറഞ്ഞു നസീർ അന്ന് ഫോൺ ചെയ്ത്, നമുക്ക് മൊബൈൽ സൗകര്യം ഇല്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വഴിക്ക് ഞാൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ കയറാൻ സാധ്യതയുണ്ട്, കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കണെന്ന് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ അതെല്ലാം ചെയ്ത് വെച്ചു. എൻ്റെ അനിയൻ നടന്ന എല്ലായിടത്തും പറഞ്ഞു. അങ്ങനെ സാറ് ഇവിടെ വന്നപ്പോഴത്തേക്ക് റോഡൊക്കെ ഭയങ്കര ജനം. അന്നേരം ഈ കാണാൻ പറ്റാത്ത സാറ് പറഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കുക, നിങ്ങളെല്ലാം കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. എന്നിട്ട് സാർ ആ വണ്ടിയുടെ മേളിൽ കയറി നിന്ന് എല്ലാവരും കയറുന്നത് കണ്ടിട്ട് എല്ലാവർക്കും തൃപ്തിയാണെന്നോന്ന് ചോദിച്ചു. ഇനി ആർക്കും കാണാനുണ്ടെങ്കിലും അത് കണ്ടുവിടും, ഞാൻ ഇവിടെ ഉണ്ടാവും കുറച്ച് സമയം വരും. പിന്നെ ഞങ്ങളുടെ റൂമിനകത്തിരുന്ന് കുറച്ച് പേരും എല്ലാങ്ങളൊക്കെ ആയിട്ട് അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോട്ടോ എടുക്കാനൊന്നുമില്ല, സൗകര്യങ്ങൾ. അന്ന് ഫോട്ടോ എടുത്തു. ഞാൻ